എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇഡിയുടെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നതിനനുസരിച്ച് 300 കോടി രൂപയുടെ ജോർജ് സോറോസ് ഫൗണ്ടേഷന്റെ ഫണ്ട് അതിൽ ഇന്ത്യയുടെ 12 സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പറയുന്നത്. ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷനുകൾ വിതരണം ചെയ്ത 300 കോടി രൂപയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ട്രാക്ക് ചെയ്തിരിക്കുന്നതെന്ന് സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവാദ ശതകോടീശ്വരൻ ഫെഡ് ഫണ്ട് ഓപ്പറേറ്റർ സംഭാവന ചെയ്ത പണത്തിന്റെ ഭൂരിഭാഗവും 12 സ്ഥാപനങ്ങളിലേക്കാണ് ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നത്. ആ 12 സ്ഥാപനങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ 3 കമ്പനികളുടെ പരിസരങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇഡി പണം ചെലവഴിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തുന്നവരെ സർക്കാരിനോ അന്വേഷണ ഏജൻസികളോ സർക്കാരിനെ അന്വേഷണ ഏജൻസികളോ സോറോസിന്റെ ഫൗണ്ടേഷനുകളുടെ ഈ ഔദാര്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ഈ കമ്പനികൾ ഇപ്പോൾ പറയുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമന പ്രകാരം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർബന്ധിത അനുമതി മറികടന്നാണ് ഈ ഫണ്ടുകൾ ഇന്ത്യയിലെ വിവിധ പൗരാവകാശ സംഘടനകൾക്കും തിങ്ക് ടാങ്കുകൾക്കും വഴി തിരിച്ചുവിട്ടത്. ഇഡിയുടെ പ്രഥമ കണ്ടെത്തലുകളിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ ആവശ്യത്തിനായി മൗറീഷ്യസിൽ അസ്പാഡ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി AIC സ്ഥാപിച്ച സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഫണ്ട് വഴിതിരിച്ചുവിട്ടതെന്നാണ് അന്വേഷണത്തിൽ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് ഫണ്ട് സ്വരൂപിക്കുന്നതിനും സോറോസ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫണ്ടിന്റെ SED നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമായി ഉപദേശിക്കുന്നതിനായി ബംഗളൂരുവിൽ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള അസ്പാഡ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള 3 കമ്പനികളുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യത്യസ്ത NGOകൾക്കും തിങ്ക് ടാങ്കുകൾക്കും SEDF നേരിട്ട് ധനസഹായം നൽകിയിട്ടുണ്ടെന്നും അതിന്റെ മുന്നണി സ്ഥാപനമായിട്ടുള്ള AIAPLുമായി കൂടിയാലോചിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയതായിട്ടും ഇപ്പോൾ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. 2020നും 2024നും ഇടയിൽ SEDFൽ നിന്ന് 26 കോടിയിലധികം രൂപ ലഭിച്ചതായി ബന്ധപ്പെട്ട് മാർച്ച് 18-ന് ASAR സോഷ്യൽ ഇമ്പാക്ട് അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, റൂട്ട് ബ്രിഡ്ജ് അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ്, റൂട്ട് ബ്രിഡ്ജ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തി RSPLന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഡയറക്ടർമാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്. മറ്റ് NGOകൾക്കും തിങ്ക് ടാങ്കുകൾക്കും ഫണ്ട് ശേഖരണ സേവനങ്ങൾ നൽകുന്നതിന് SEDF അവർക്കൊരു സേവന കരാർ നൽകിയതായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയിലേക്ക് 184 കോടി രൂപ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്കും മറ്റ് സാംസ്കാരിക സംഘടനകൾക്കും നൽകിയിട്ടുണ്ടെന്ന്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ വമ്പൻ റെയ്ഡ് നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.